ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. വിധി മറ്റന്നാൾ പറയും. കൊല്ലം 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. ശബരിമല തന്ത്രിയുടെ ജാമ്യവിധിയിൽ SITക്കെതിരെയുള്ള സെഷൻസ് കോടതി പരാമർശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. SIT നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലെന്നായിരുന്നു ജാമ്യ ഉത്തരവിലെ കോടതിയുടെ പരാമർശം. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. വ്യാഴാഴ്ചയിലേക്കാണ് മാറ്റിയത്. ഇന്നലെയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ രാഷ്ട്രീയ വഞ്ചന നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുകൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതെന്ന് MV ജയരാജൻ. ഇല്ലാ കഥകൾ മെനഞ്ഞുവെന്നും MV ജയരാജൻ. ആന്തൂർ സാജന്റെ മരണത്തിൽ PK ശ്യാമളയ്ക്ക് പങ്കില്ല എന്നും ജില്ലാ നേതൃത്വം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ തീരുമാനമായില്ല. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞ ഹൈക്കമാൻഡ്. K സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം തുടരുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ച തുടരുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ തീപിടുത്തം. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ അപകടം. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ. കാബൂളിൽ ആശുപത്രിക്ക് നേരെ പാകിസ്ഥാന്റെ വ്യോമാക്രമണം. 400 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 250ഓളം പേർക്ക് പരിക്കേറ്റു. ആശുപത്രി പൂർണ്ണമായും തകർന്നു. ലഹരിമുക്ത കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം. അഫ്ഗാൻ സർക്കാരിന്റെ ആരോപണങ്ങൾ സർക്കാർ നിഷേധിച്ചു. തൊണ്ടിമുതൽ കേസിൽ മുൻ MLA ആന്റണി രാജുവിന് ഇന്ന് നിർണായകം. നെടുമങ്ങാട് കോടതിയുടെ 3 വർഷം തടവ് ശിക്ഷ മരവിപ്പിക്കണമെന്നും ഈ ആവശ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഉത്തരവ് പറയും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.